ഹായ്, കുറേ കാലത്തിന് ശേഷം കേട്ടോ വീണ്ടും റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് ഒത്തിരി നാളായി. അപ്പോൾ ഇന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്, വലിയ കെട്ടി വന്ന കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നമ്മളിപ്പോൾ മറ്റുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന പോലെ അങ്ങോട്ട് അങ്ങനെ ആക്കണമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോർമലായിട്ട് സംസാരിക്കാം, ഓക്കെ. അപ്പം കുറച്ച് ദിവസം മുമ്പ് നടന്നൊരു സംഭവം കേട്ടോ അപ്പോൾ പറയാൻ പോകണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് അത്. അപ്പം അത് പറയാനുള്ള കാരണം കൂടെ ഞാൻ പറയാം. ആ സംഭവം ഞാൻ ഒരു തവണ വീഡിയോ ചെയ്തതാണ്. ആ സംഭവത്തെക്കുറിച്ചല്ല, ആ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മഹനാസ്, റിഫ, സഫ ഇവരൊക്കെ അറിയാലോ. അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ ഒരു തവണ വീഡിയോ ചെയ്തതാണ്. ഓക്കെ. അപ്പം അന്നൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ഇത് കണ്ടു, ഖാദർ ഖാൻ്റെ ഒരു വീഡിയോ. അത് കണ്ടപ്പോഴാണ് എനിക്കിത് ചെയ്യാൻ തോന്നിയത്. ഖാദർ ഖാൻ്റെ വീഡിയോ ആദ്യം നമുക്കൊന്ന് കാണാം. ഓക്കെ. ഞങ്ങൾ വേർപിരിയാണ്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനിയൊരു ചോദ്യവും ആരും ചോദിച്ചു പോകരുത്. മഹനാസ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു സ്റ്റോറിയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. റിഫയ്ക്ക് ശേഷം മഹനാസിന്റെ ജീവിതത്തിലേക്ക് വന്ന ആ പെൺകുട്ടിയുമായിട്ട് ഞാൻ ഇനി ബന്ധത്തിലില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇല്ലാതെ സ്റ്റോറി ഒന്നും ഇടില്ല, തമാശക്ക് അങ്ങനെ പറയത്തുമില്ല. കാരണം എത്രയോ ദിവസങ്ങളായിട്ട് ഒരു ഫോട്ടോ ഇല്ല, ഒരു വീഡിയോ ഇല്ല, എന്തോ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു വേർപിരിയലിൽ ഞാൻ എന്തിനിടപെടുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചു. അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം. ഞാനൊരു സ്രോതസ്സിൽ നിന്നാണ് അറിഞ്ഞത്. ആ പേരോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിവരമോ ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല. അതായത് ഈ രണ്ടാമത് റിഫ കഴിഞ്ഞിട്ട് രണ്ടാമത് മഹനാസിന്റെ അരികിലേക്ക് എത്തിയ ഈ പെൺകുട്ടിയും മഹനാസിന്റെ അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതായത് രാത്രിയിൽ റൂമിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച ഒരു വിവരം. അത് ഇത് കണ്ടപ്പോൾ എന്താ എനിക്ക് മനസ്സിലായത്? മനസ്സിലായിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. ഈ മഹനാസ് എന്ന് പറഞ്ഞ ആൾ, ഞാൻ ആദ്യം പറഞ്ഞു ഇവനെ എങ്ങനെ ഇത്രത്തോളം പെണ്ണ് കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആൾക്ക് വീണ്ടും എവിടുന്നാണ് പെണ്ണ് കിട്ടണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ നല്ല ഇത് ജീവിക്കുന്ന ആൾക്കാർക്കൊന്നും പെണ്ണ് കിട്ടണില്ല. ഇവനെപ്പോലത്തെ ഈ മാതിരി പെണ്ണുങ്ങളെ ഉപദ്രവിക്കുകയും പെണ്ണുങ്ങളോട് ഇങ്ങനെ മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അതുപോലെ തന്നെ ആളുകൾക്ക് പെണ്ണ് ഏത് വൈക്ക് കിട്ടുന്നത്, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് എനിക്കിതുവരെ മനസ്സിലാവില്ല കേട്ടോ. കമൻറ്റ് ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഞാൻ ജോക്ക് പറഞ്ഞാണ്, എന്നാലും കമൻറ്റ് ചെയ്യാം എന്താണെന്ന്. അപ്പോൾ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത് കല്യാണം കഴിച്ച സഫയും വേർപിരിയാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ കാരണം വേണമെന്ന് വെച്ചാൽ ഈ സഫയ്ക്ക് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് മഹനാസ് സഫയും തല്ലിയിട്ടുണ്ട്. അപ്പം അതിനുള്ള സാക്ഷികളുണ്ട്. സാക്ഷികളുടെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല, അത് കോൺഫിഡൻഷ്യലാണ്, അതാരെങ്കിലും ആയിക്കോട്ടെ. അപ്പം അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെയും ഇഷ്യൂസ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കും, പഴയതിലോട്ട് പോകാം, പാസ്റ്റിലോട്ട്. ഈ പാസ്റ്റിലോട്ട് പോകുമ്പം എന്താണ് റിഫയുടെ മരണം അല്ലേ, അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. എന്താണ് റിഫയ്ക്ക് സംഭവിച്ചതെന്ന് ആർക്കും അറിഞ്ഞില്ല. അതിൻ്റെ ബേസ് ചെയ്തിട്ട് റിഫയുടെ ഫാമിലി കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നും ആയിട്ടില്ല. മഹനാസ് ഈ പറഞ്ഞ മഹനാസിൻ്റെ ഒരു മോനുണ്ട്, നോക്കുന്നുമില്ല. അപ്പം ആ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സഫയെ കണ്ടുമുട്ടുകയും സഫയെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തത്. അതിന് മുമ്പ് അവർ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞൂടാ, അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. അപ്പോൾ അവർ ആ കണ്ടുമുട്ടലും കാര്യങ്ങളും കല്യാണം കഴിഞ്ഞ ശേഷമുള്ള കാര്യങ്ങളൊക്കെ കുറേ വീഡിയോ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ മഹനാസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം ഇപ്പോൾ ഒരു ഏകദേശം 5-6 മാസത്തിന് ശേഷമാണ് ഈ പ്രശ്നം വീണ്ടും ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഒരു കുടുംബജീവിതം ഹാപ്പിയല്ല. സഫ വേർപിരിയാൻ പോകുന്നു. സഫയുടെ രണ്ടാമത്തെ വിവാഹമായിട്ട് അത് കൊടുക്കണം. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത പെൺകുട്ടികളെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചേക്കും. 18 വയസ്സ്, 19 വയസ്സ്, 17 വയസ്സ്, ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? കല്യാണം കഴിപ്പിച്ചയക്കുമ്പോൾ ഇവരൊന്നും ചിന്തിക്കത്തില്ല. കുട്ടിയുടെ സ്റ്റഡീസോ കുട്ടിയുടെ പഠിത്തം ഭാവി ഒന്നുമില്ല. ഇവർ കല്യാണം കഴിപ്പിച്ചയക്കാമെന്ന് ഒറ്റൊരു കാര്യമുള്ളൂ. പിന്നെ കല്യാണം കഴിപ്പിച്ചയക്കുന്ന ചെക്കൻ്റെ ഇതിലാണ്. അങ്ങനെ കല്യാണം കഴിപ്പിച്ചയച്ചു, ഫ്ലോപ്പായി, ഡൈവോഴ്സിലായി. രണ്ടാമതാണ് മഹനാസിനെ കല്യാണം കഴിച്ചത്. മൊത്തത്തിൽ ഫ്ലോപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇത് പറഞ്ഞ കൂട്ടത്തിൽ.
എനിക്ക് ഒരുപാട് അറിയുന്ന ആൾക്കാരുണ്ട്, ഈ മുസ്ലിം കാറ്റഗറി പെടുന്ന അല്ലാത്ത ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ ഡൈവോഴ്സ് എടുക്കുന്നുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ. എന്താ കാര്യം അറിയും? ഇവരെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന പ്രായം 17-18 വയസ്സ്. ഓക്കെ, ഈ കാര്യം പറയുമ്പോഴാണ് എനിക്കിത് പറയാൻ ചേർക്കാൻ തോന്നിയിട്ടോ, ഈ മഹനാസിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ. കാര്യം എന്താ വെച്ചാൽ ഇതാണ്, അതായത് ഇവർക്ക് പക്വത എത്തുന്നതിന് മുമ്പ് ഇവരെ കെട്ടിച്ചയക്കുകയാണ് വീട്ടുകാർ. 17, 18, 19. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ചെന്ന് ഈ പറഞ്ഞ ഹസ്ബൻഡിൻ്റെ പീഡനവും കാര്യങ്ങളും അവരുടെ വീട്ടുകാരെ പീഡനവും കാര്യങ്ങളൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിന്ന് പണ്ടാടക്കി ഡൈവോഴ്സ്. അതിൽ കുട്ടി ഉണ്ടായി. കുട്ടീനെ നോക്കേണ്ട ഉത്തരവാദിത്തം ഉമ്മാക്ക്, വാപ്പാക്കല്ല. അപ്പോൾ ഇതാണ് ഈ കമ്മ്യൂണിറ്റി നടക്കുന്ന ഒരു സംഭവം. ഇഷ്ടംപോലെ കേസുണ്ട്, ഇഷ്ടംപോലെ. എനിക്കറിയുന്ന 8-10 കേസുണ്ട്. എനിക്കറിയുന്നത് അറിയാത്തത് എത്ര ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ശക്തമായ ഇടപെടലില്ലെങ്കിൽ പെൺകുട്ടികളുടെ കാര്യം കട്ടാപ്പോകാം. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ മടിക്കുന്നതിൻ്റെ ഒരു കാരണത്തൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ അതിനെക്കുറിച്ചൊരു അനലൈസ് നടത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കാരണം. ഈ ആണുങ്ങളെ പീഡനം കൊണ്ട് തന്നെയാണ്. അതുപോലെ ഈ വീട്ടുകാരെ പീഡനം കൊണ്ട് തന്നെയാണ്. കല്യാണം കഴിപ്പിക്കുന്ന ചെക്കന്മാരുടെ ടോക്സിക് ക്യാരക്ടർ പെൺകുട്ടികൾക്ക് പറ്റുന്നില്ല, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോകുന്നു, ഡൈവോഴ്സ് ആകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്ന പെൺകുട്ടികൾ ചിന്തിക്കുന്നത് എന്താ, ഇത്രയും പ്രശ്നങ്ങൾ ഞങ്ങൾ സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ജോലി കിട്ടിയാൽ നമ്മളെ സ്വന്തം കാലത്ത് നിൽക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ആരും കല്യാണം കഴിക്കാൻ തയ്യാറല്ല, എസ്പെഷ്യലി ഇങ്ങനത്തെ ആൾക്കാരെ. അതുപോലെ കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ, ഒരു കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ ആർക്കും അതിലോട്ട് പോകാൻ താല്പര്യമില്ല. കാര്യം എന്താ ശരിയല്ലേ? നിങ്ങളെടുത്ത് നോക്കുക, ഒരു കുടുംബത്തിലോട്ട് ഒരു പെൺകുട്ടി കയറി ചെല്ലുമ്പോൾ ആ കുടുംബത്തിലെ ചെക്കൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, ആ കുടുംബത്തിലെ എല്ലാവരുടെ കാര്യം നോക്കണം. ഈ 10-18 വയസ്സായ പെൺകുട്ടി നടക്കണ കാര്യമാണോ അത്? ഇപ്പം പറയും പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ അല്ലേ ഇനി ചോദിച്ചു. പണ്ടത്തെ കാര്യം നമ്മളിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. പണ്ടുള്ള കാലത്ത് പറഞ്ഞാൽ അങ്ങനെ ആ ലൈഫ്. നമ്മളിപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ മതി. പണ്ടുള്ള നമ്മളിപ്പോൾ എടുത്തിടേണ്ട ആവശ്യമില്ല. അപ്പോഴത്തെ കാലത്ത് സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു, അന്ന് അങ്ങനെ. അപ്പോഴത്തെ ആൾക്കാരെ ഇപ്പോഴത്തെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യരുത്. ഓക്കെ, യെസ്. അപ്പോൾ ആ കുട്ടിയുടെ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം സഫയുടെ. കാരണം വീണ്ടും ഇങ്ങനെ ഒരു ട്രാജഡി, ആദ്യം ഡൈവോഴ്സ്, പിന്നെ ഒരു ഡൈവോഴ്സ്, ഇതൊക്കെ വളരെ വിഷമമാണ്. റിഫയുടെ കേസായാലും റിഫയുടെ ഫാമിലി അനുഭവിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവരിപ്പോഴും സങ്കടത്തിലാണ്. ഒരു മോക്ക്, ഫാമിലിക്ക് ഒരു മോള്, അവർക്കുള്ള ഒരു വിഷമം അത് വലുതാണ്. അപ്പോൾ എന്ത് പറയാനാണ്? അപ്പോൾ വീണ്ടും ട്രാജഡീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പറയാനുള്ളതൊന്നുമല്ല. ഇവനൊക്കെ എങ്ങനെ പെണ്ണ് കിട്ടുന്നതാണ് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം. സോ വെരി എന്താ പറയുക, പറയാൻ വാക്കുകളില്ല, അതാണ് സത്യം. ചെക്ക ഇങ്ങനെയുള്ളൂ, ഇങ്ങനെ ഒരു സംഭവം. പക്ഷെ ആളുടെ സ്വഭാവമാണ് പെണ്ണുങ്ങളെ തല്ലുക, പെണ്ണുങ്ങളെ ഉപദ്രവിക്കുക. ഈ വിഷയം കൂടുതലായിട്ടൊന്നും അറിയൂല, കൂടുതൽ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ കിട്ടാനുണ്ട്. കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഇപ്പോൾ ഞാൻ കണ്ടൊരു സംഭവം പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോകുന്നത്. ഇനി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. നമുക്കതുമായി ബന്ധപ്പെട്ട് അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ.